വചനമൊഴി ജനുവരി 4. വചനഭാഗം 1 കോറിന്തോസ് 2:12-15, ലൂക്കായുടെ സുവിശേഷം 12:35-40. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കൊളുത്തിയും ഇരിക്കുവിൻ. കല്യാണ വിരുന്നിൽ നിന്ന് മടങ്ങി വന്ന് വാതിൽക്കൽ മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യർ അനുഗ്രഹീതർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ അവർ അനുഗ്രഹീതർ. ഇത് അറിഞ്ഞുകൊള്ളുവിൻ, കള്ളൻ ഏത് യാമത്തിൽ വരുമെന്ന് ഗൃഹനായകൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തന്റെ വീട് കുത്തിത്തുറക്കാൻ അനുവദിക്കുകയില്ലായിരുന്നു. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ വിചാരിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മിശിഹായുടെ 2-ാം വരവിന് ഒരുങ്ങി ഇരിക്കണം എന്ന കാര്യമാണ്. പിറവി തിരുനാൾ ആചരിച്ച് മിശിഹ അനുഭവത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരോടും സഭാമാതാവ് ഇന്ന് ആവശ്യപ്പെടുന്നത് മിശിഹായുടെ 2-ാം വരവിന് ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ഈശോ തന്റെ പരസ്യജീവിത കാലഘട്ടത്തെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. മിശിഹായുടെ വരവിനെ സ്വീകരിക്കുവാൻ വേണ്ടി 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത്. 1, ജാഗ്രതയോടുകൂടി വർത്തിക്കണം. 2, വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കണം. 3, എപ്പോൾ വേണമെങ്കിലും കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. 4, തിരുവചനം നമ്മോട് പറയുന്നത് നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. പ്രകാരം വരാനിരിക്കുന്ന മിശിഹായെ സ്വീകരിക്കുവാൻ തയ്യാറായി വിശ്വാസ ജീവിതം നയിക്കണമെന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആത്മീയ ജീവിതത്തിൽ നാം അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഓരോ ദിവസവും ആത്മപരിശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിന്റെ ഹിതമനുസരിച്ചുള്ളതാണോ, നിത്യത പ്രാപിക്കാൻ യോഗ്യമായ വിധത്തിലുള്ളതാണോ എന്ന് ആത്മശോധന ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ, ആധ്യാത്മികമായ ഒരുക്കത്തോടുകൂടി ആയിരിക്കുവാൻ നമ്മൾ പരസ്നേഹ പ്രവൃത്തികളിലൂടെ, പരിത്യാഗ പ്രവൃത്തികളിലൂടെ ആത്മീയ ഒരുക്കത്തോടുകൂടി ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തുകൊണ്ട് അപരനിൽ ഈശോയെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ എപ്പോഴും സ്വർഗോന്മുഖമായിട്ടുള്ളൊരു യാത്രയായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതം. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമുക്കുണ്ടായിരിക്കണം എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മിശിഹായുടെ 2-ാം വരവിൽ ജാഗ്രതയോടെ, വിശ്വസ്തയോടെ, യഥാർത്ഥമായ തയ്യാറെടുപ്പോടുകൂടി അവിടുത്തെ സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിനുള്ള കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.